നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 62 വരെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 63 തൊട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ 63 പറയുന്നത് സമൻസിൻ്റെ രൂപത്തെക്കുറിച്ചാണ്. സമൻസിൻ്റെ രൂപത്തെക്കുറിച്ച്, അതായത് ഇതിൽ ഇത്രേ പറയണുള്ളൂ, എല്ലാ സമൻസിലും കോടതിയുടെ ഒരു സീൽ അല്ലെങ്കിൽ മുദ്ര ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സമൻസിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ എല്ലാ സമൻസിലും കോടതിയുടെ ഒരു മുദ്ര ഉണ്ടായിരിക്കണം. അപ്പോൾ 63 എന്ന് പറയുമ്പോൾ സമൻസിൻ്റെ രൂപം എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ അത് സമൻസായിട്ട് കണക്ട് ചെയ്യുക. 6 എന്ന് പറയുമ്പോൾ സമൻസായിട്ട് കണക്ട് ചെയ്യുക. ഈ 3 എന്ന് പറയുമ്പോൾ രൂപമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ നല്ല ബോഡി ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പറയും, ഇങ്ങനെ നല്ല ഷേപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതെന്താ ഒരു 3-ൻ്റെ പോലെ ഒരു ആകൃതി അല്ലേ, 3-ൻ്റെ പോലെ ഒരു ആകൃതി, നല്ല ഷേപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ 3-ൻ്റെ പോലെ ആകൃതി. അപ്പോൾ എന്താ ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താ രൂപം. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ എന്താ, 6 എന്ന് പറയുമ്പോൾ സമൻസായിട്ട് കണക്ട് ചെയ്യുക. 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷേപ്പിൻ്റെ ഒരു ആകൃതിയായിട്ട് കണക്കാക്കുക. 3-നെ നല്ലൊരു ഷേപ്പിൻ്റെ ആകൃതിയായിട്ട് കണക്കാക്കുക. അപ്പോൾ എന്താ രൂപം. സമൻസിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 63. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 64. സെക്ഷൻ 64 പറയുന്നത് സമൻസ് നടത്തുന്നത് എങ്ങനെ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 എന്ന് പറയുമ്പോൾ എന്താ, 6 എന്ന് പറയുമ്പോൾ സമൻസായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. 6 എന്ന് പറയുമ്പോൾ സമൻസായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ 4 എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരാൾ സമൻസ് നടത്താൻ പോയിക്കൊണ്ടിരിക്കുക എന്ന് ആലോചിക്കുക. ഒരാൾ സമൻസ് നടത്താൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ഒരു ജംഗ്ഷനിലെത്തി. ആ ജംഗ്ഷനിൽ 4 വഴിയുണ്ട്, ഇങ്ങനെ 4 വഴിയുണ്ട്. അയാൾ ഇവിടെ നിൽക്കുക. ഇയാൾക്ക് എങ്ങനെയാണ് സമൻസ് നടത്താൻ പോകേണ്ടതെന്ന് അറിയില്ല. ഈ വഴിയാണോ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ഇയാൾക്ക് അറിയില്ല. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുക. അപ്പോൾ സമൻസ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇയാൾക്ക് അറിയില്ല, ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് ആലോചിച്ച് വയ്ക്കുക. 4 വഴിയുണ്ടല്ലേ, 4 വഴിയിൽ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ഇയാൾക്ക് അറിയില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ എന്തായിട്ട് കണക്ട് ചെയ്തു, 6 എന്ന് പറഞ്ഞപ്പോൾ സമൻസായിട്ട് കണക്ട് ചെയ്തു. 4 എന്ന് പറയുമ്പോൾ 4 വഴിയുണ്ട്, ജംഗ്ഷനിൽ ആൾ നിൽക്കണം. അപ്പോൾ എങ്ങനെയാണ് സമൻസ് നടത്താൻ പോകേണ്ടതെന്ന് അറിയില്ല. അതായത് സമൻസ് നടത്തുന്നത് എങ്ങനെയെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64. അപ്പോൾ സമൻസ് എന്ന് പറയുമ്പോൾ എന്താ, സമൻസ് എന്ന് പറയുമ്പോൾ കോടതിക്ക് മുമ്പാകെ ഒരു നിശ്ചിത ദിവസം ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് കോടതി അയക്കുന്ന നോട്ടീസിനെയാണ് സമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സമൻസ് കിട്ടിയിട്ട് നമ്മൾ അതിന് പോയില്ലെങ്കിൽ അത് വാറണ്ടായിട്ട് മാറും. വാറണ്ട് എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഉത്തരവിടുന്നതാണ് വാറണ്ട്. അപ്പോൾ സമൻസ് എന്ന് പറയുമ്പോൾ എന്താ, കോടതിക്ക് മുമ്പാകെ ഇന്ന ദിവസം ഇന്ന ആൾ ഇത്ര സമയത്ത് ഹാജരായിരിക്കണം എന്ന് കോടതി അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയക്കും നമുക്ക്. ആ നോട്ടീസിനെ പറയുന്നതാണ് സമൻസ് എന്ന് പറയുക. അപ്പോൾ ആരായിരിക്കും ഈ നോട്ടീസ് നമുക്ക് കൊണ്ടുവന്ന് തരാം. അതൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനേക്കായിട്ട് നിയോഗിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിലത്തെ ഉദ്യോഗസ്ഥരായിരിക്കാം. നമുക്ക് ഇവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും സമൻസ് കൊണ്ടുതരാം. അതാണ് അപ്പോൾ സെക്ഷൻ 64 പറയുന്നത്. സമൻസ് നടത്തുന്നത് എങ്ങനെയെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 65. സെക്ഷൻ 65 പറയുന്നത് കോർപ്പറേറ്റ് ബോഡികൾ, സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ എന്നിവയിൽ സമൻസ് സേവനം. അതായത് കോർപ്പറേറ്റ് ബോഡികൾ, സ്ഥാപനങ്ങൾ, സൊസൈറ്റികളിൽ എന്നിവയിൽ സമൻസിൻ്റെ സേവനത്തെക്കുറിച്ചാണ് സെക്ഷൻ 65 പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് സമൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു കമ്പനിക്ക് സമൻസ് വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു വേറെ ഉദ്യോഗസ്ഥന്, അവർക്കാണ് ആ സമൻസ് കൈമാറുക. ആ കമ്പനിക്ക് വന്ന സമൻസ് ഈ കമ്പനിയുടെ മാനേജർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഈ കമ്പനിക്ക് വന്ന സമൻസ് കൈമാറുക. കൂടാതെ ഇന്ത്യയിലെ ഈ ഓഫീസർമാരിൽ ഒരാൾക്ക് തപാൽ വഴിയും നമുക്ക് ഈ സമൻസ് അയക്കാം. തപാൽ വഴിയും സമൻസ് അയക്കാം. ഈ തപാൽ അവർക്ക് കൈമാറുന്ന സമയം മുതൽ സമൻസ് പ്രാബല്യത്തിൽ വന്നതായിട്ട് കണക്കാക്കും. അതായത് തപാൽ വഴി അയക്കുന്ന സാധനം അവർക്ക് ഈ തപാൽ കൈമാറുന്ന സമയം മുതൽ ഈ സമൻസ് പ്രാബല്യത്തിൽ വന്നതായിട്ട് കണക്കാക്കും. അപ്പോൾ സെക്ഷൻ 65 എന്താ പറയണത്, സെക്ഷൻ 65 കമ്പനികൾ, കോർപ്പറേറ്റ് ബോഡികൾ, സൊസൈറ്റികൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെ സമൻസ് സേവനത്തെക്കുറിച്ചാണ് സെക്ഷൻ 65 പറയുന്നത്. അത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. 65 എന്ന് പറയുമ്പോൾ 65, അതായത് ഒരു ചിക്കൻ 65 ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ചിക്കൻ 65 ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്കെതിരെ ഒരു സമൻസ് വന്നു. ആ സമൻസ് വന്നതിന് ആർക്കായിരിക്കും ആ സമൻസ് കൈമാറാം. ഒന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജർക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ, അല്ലെങ്കിൽ സെക്രട്ടറി, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ആ സമൻസ് കൈമാറാം അല്ലേ. അപ്പോൾ 65 എന്ന് പറയുമ്പോൾ കമ്പനിയിലെ സമൻസ് സേവനം എന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വെച്ചാൽ മതി. 65 എന്ന് പറയുമ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ സമൻസ് വന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 65 പറയണതെന്ന് ആലോചിച്ച് വയ്ക്കുക.
അടുത്ത സെക്ഷനാണ് സെക്ഷൻ 66. സെക്ഷൻ 66 പറയുന്നത് എന്താ? സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ എന്ത് ചെയ്യും? സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. അതായത് നമുക്ക് ഒരാളെ സമൻസ് ചെയ്തു, പക്ഷേ അയാൾക്ക് സമൻസ് കൊടുക്കാൻ വേണ്ടി അയാളെ കണ്ടു കിട്ടിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. അങ്ങനെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ വീട്ടിലുള്ള മുതിർന്ന വ്യക്തിക്ക് അപ്പോൾ CRPCയിൽ അത് മുതിർന്ന പുരുഷനെന്നായിരുന്നു. പക്ഷേ ഇത് BNSSൽ വന്നപ്പോൾ അത് മാറ്റി മുതിർന്ന വ്യക്തിക്ക് എന്നാക്കി. അപ്പോൾ ഈ സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ അയാളുടെ വീട്ടിലുള്ള മുതിർന്ന വ്യക്തിക്ക് സമൻസ് കൈമാറാം. അത് കഴിഞ്ഞ് സമൻസ് കൈമാറി കഴിഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ സമൻസിൻ്റെ ബാക്ക് സൈഡിൽ സമൻസ് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാം. കേട്ടോ? അപ്പോൾ സെക്ഷൻ 66 പറയുന്നത് സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ്. അതായത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് 6 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? 6 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? 6 എന്ന് പറയുമ്പോൾ സമൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ 6നെ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക? 6നെ ഹിന്ദിയിൽ എന്താ പറയുക? ചേ എന്ന് പറയും. 6ന് ഹിന്ദിയിൽ ചേ എന്ന് പറയും. അപ്പോൾ എന്താ, നമ്മൾ സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ചേ എന്ന് പറയില്ലേ? അത് മലയാളത്തിൽ ആലോചിക്കുക. ചേ എന്ന് നമ്മളിപ്പോൾ ഒരാളെ കണ്ടുപിടിക്കാൻ പോയിട്ട്, സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടുപിടിക്കാൻ പോയിട്ട് നമുക്ക് അയാളെ കിട്ടിയില്ല, അപ്പോൾ നമ്മൾ ചേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ 6നെ ഹിന്ദിയിൽ ചേ എന്ന് പറയും. അപ്പോൾ സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഉള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. ഈ 6നെ 6 സമൻസ് ആയിട്ട് കണക്കാക്കുക. ഈ 6നെ എന്ത്? ചേ, അതായത് കണ്ടെത്താൻ കഴിയാത്തപ്പോൾ, അയാളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചേ എന്ന് പറയുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഉള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 67. സെക്ഷൻ 67 പറയുന്നത് സേവനം നടപ്പിലാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. അതായത് സേവനം എന്ന് പറയുമ്പോൾ എന്ത് സേവനം ഇവിടെ പറയുന്നത്? സമൻസ് സേവനത്തെക്കുറിച്ചാണ്. സമൻസ് സേവനം നടപ്പിലാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. അപ്പോൾ എന്താ? 6 എന്ന് പറയുമ്പോൾ എന്താ? സമൻസ് എന്ന് ആലോചിക്കുക. 6 എന്ന് പറയുമ്പോൾ സമൻസ് എന്ന് ആലോചിക്കുക. 7 എന്ന് പറയുമ്പോൾ സേവനം എന്ന് ആലോചിക്കുക. അപ്പോൾ 67 സേവനം നടപ്പിലാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. ഇപ്പോൾ സമൻസ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അയാൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലാരും താമസം ഇല്ല എന്നൊക്കെ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യും? ആ വീടിൻ്റെ മുൻവശത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗത്ത്, അതായത് കാണുന്നൊരു ഭാഗത്ത് ഈ സമൻസ് ഒട്ടിച്ച് വെച്ച് അവരെന്തെങ്കിലും വീട്ടിലേക്ക് വരുമല്ലോ, ഈ സമൻസ് ഒട്ടിച്ച് വെച്ചിട്ട് അതിനുശേഷം ഒരു അന്വേഷണം നടത്തിയിട്ട് യഥാവിധി ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും? നടത്തിയതിന് ശേഷം ഈ സമൻസ് ലഭിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അടുത്ത നടപടികൾക്കുള്ള ഉത്തരവ് ഇടുകയോ ചെയ്യുന്നതിന് ആർക്ക് അധികാരമുണ്ട്? കോടതിക്ക് അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷൻ 67 പറയുന്നത് എന്താ? സേവനം നടപ്പാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ്. സെക്ഷൻ 67. 6 എന്ന് പറയുമ്പോൾ എന്താ? സമൻസ്. 7 എന്ന് പറയുമ്പോൾ സേവനം. അപ്പോൾ സേവനം നടപ്പിലാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 68. സെക്ഷൻ 68 എന്താ പറയണത്? സെക്ഷൻ 68 സർക്കാർ ഉദ്യോഗസ്ഥന് നടത്തേണ്ട സമൻസിനെ കുറിച്ചാണ് സെക്ഷൻ 68 പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആ വ്യക്തി ജോലി ചെയ്യുന്ന ഓഫീസ് മേധാവിക്കാണ് അയച്ചു കൊടുക്കുക. ആ വ്യക്തിക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് ചെയ്യേണ്ടതെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് നേരിട്ടല്ല കൊടുക്കുക. അയാൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിക്കാണ് സമൻസ് അയച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മേധാവി ഇയാളെ കണ്ട് ഈ സമൻസിൽ ഒപ്പുവെപ്പിച്ചതിന് ശേഷം തിരിച്ചയക്കും. അതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് ചെയ്യേണ്ട ആവശ്യം വന്നെങ്കിൽ ചെയ്യുന്ന നടപടിക്രമം. അപ്പോൾ 68 സർക്കാർ ഉദ്യോഗസ്ഥന് സമൻസ് നടത്തേണ്ടതിനെക്കുറിച്ചാണ് സെക്ഷൻ 68 പറയുന്നത്. അതായത് ഇങ്ങനെ ആലോചിക്കുക. 6 എന്ന് പറയുമ്പോൾ എന്താ? 6 എന്ന് പറയുമ്പോൾ സമൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 എന്ന് പറയുമ്പോൾ സമൻസ് ആയിട്ട് കണക്കാക്കുക. 8 എന്ന് പറയുമ്പോൾ പെട്ടുപോകുകയെന്ന് ആലോചിക്കുക. സമൻസ് വന്നാൽ പെട്ടുപോകുന്നത് ആരാ? സർക്കാർ ഉദ്യോഗസ്ഥരാ. കാരണം അവർക്ക് എതിരെ ഒരു സമൻസ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയിലൊരു ബ്ലാക്ക് മാർക്കായി എന്ന് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ എന്താ? 6, 8. 6 എന്ന് പറയുമ്പോൾ എന്താ? സമൻസ്. 6നെ സമൻസ് ആയിട്ട് കണക്കാക്കുക. 8 എന്ന് പറയുമ്പോൾ എന്താ?
പെട്ടുപോവുക. സമൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നതാരാ? സർക്കാർ ഉദ്യോഗസ്ഥർ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന് സമൻസ് നടത്തേണ്ടതിനെക്കുറിച്ചാണ് സെക്ഷൻ 68 പറയുന്നത്. കാരണം അവർക്ക് നേരിട്ടല്ല സമൻസ് കൊടുക്കുക, അവർ വർക്ക് ചെയ്യുന്ന, അവർ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിക്കാണ് ഈ സമൻസ് അയച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മേധാവിയാണ് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് തിരിച്ചയക്കുക. അപ്പോൾ അവർ പെട്ടുപോകുന്ന ആലോചിച്ചാൽ മതി. അപ്പോൾ സമൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് ആരാ? സമൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥന് സമൻസ് നടത്തേണ്ടതിനെക്കുറിച്ചാണ് സെക്ഷൻ 68 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 69. സെക്ഷൻ 69 പറയുന്നത് സെക്ഷൻ 69 പറയുന്നത് പ്രാദേശിക പരിധിക്ക് പുറത്തുള്ള സമൻസിനെ കുറിച്ചാണ്. പ്രാദേശിക പരിധിക്ക് പുറത്തുള്ള സമൻസിനെ കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. അതായത് ഒരു കോടതി അതിൻ്റെ പ്രാദേശിക അധികാര പരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് സമൻസ് പുറപ്പെടുവിക്കണമെങ്കിൽ, ആ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്താണ് സമൻസ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ സമൻസ് ലഭിക്കേണ്ട വ്യക്തി താമസിക്കുന്ന പ്രദേശത്തെ പ്രാദേശികാധികാരമുള്ള മജിസ്ട്രേറ്റിന് അത്തരം സമൻസ് ഡ്യൂപ്ലിക്കേറ്റ് അയക്കേണ്ടതാണ്. അതായത് ഈ കോടതിയുടെ പ്രാദേശിക പരിധിക്ക് പുറത്താണ് ഈ സമൻസ് പുറപ്പെടുവിക്കേണ്ട ആവശ്യം വന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തിൻ്റെ, ആ വ്യക്തി താമസിക്കുന്ന പ്രദേശത്തിൻ്റെ പ്രാദേശികാധികാരമുള്ള മജിസ്ട്രേറ്റിന് ഈ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അയക്കണം. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 6ൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് 9 എന്ന് ആലോചിക്കുക. അതായത് ഈ 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആയില്ലേ? 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആയി. അപ്പോൾ ഈ സമൻസ് 6 എന്ന് പറയുമ്പോൾ എന്താ? സമൻസ്. അപ്പോൾ 6ൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് 9 എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആർക്ക് കൊടുക്കണം? സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെ പ്രാദേശികാധികാരമുള്ള മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം. അതാണ് സെക്ഷൻ 69 പറയുന്നത്. പ്രാദേശിക പരിധിക്ക് പുറത്തുള്ള സമൻസിനെ കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 70. സെക്ഷൻ 70 പറയുന്നത് സെർവിങ് ഓഫീസർ ഹാജരാകാത്ത സമയത്ത് സമൻസ് നടത്തുന്നതിനുള്ള തെളിവിനെ കുറിച്ചാണ്. സെർവിങ് ഓഫീസർ ഹാജരാകാത്ത സമയത്ത് സമൻസ് നടത്തുന്നതിനുള്ള തെളിവിനെ കുറിച്ചാണ് സെക്ഷൻ 70 പറയുന്നത്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ എന്താ? 7നെ സെർവിങ്ങിന് കണക്ട് ചെയ്യുക. പിന്നെ ഈ 0ന് നമ്മൾ O ആയിട്ട് കണക്ട് ചെയ്യുക. 0നെ O ആയിട്ട്, അതായത് O എന്ന് പറയുമ്പോൾ എന്താ? ഓഫീസർ, അതായത് സെർവിങ് ഓഫീസർ. 70 സെർവിങ് ഓഫീസർ, അതായത് സെർവിങ് ഓഫീസർ എന്ന് പറയുമ്പോൾ എന്താ? സമൻസ് അയച്ച വ്യക്തി, സമൻസ് അയച്ച ഓഫീസറിനെ പറയുന്നതാണ് സെർവിങ് ഓഫീസർ ഹാജരാകാത്ത സമയത്ത് സമൻസ് നടത്തുന്നതിനുള്ള തെളിവിനെ കുറിച്ചാണ് സെക്ഷൻ 70 പറയുന്നത്. ഈ സമൻസ് അയച്ച ഓഫീസർ ഹാജരാകാത്ത സമയത്ത് സമൻസ് നടത്തുന്നതിനുള്ള തെളിവിനെ കുറിച്ചാണ് സെക്ഷൻ 70 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 72. സെക്ഷൻ 72 പറയുന്നത് അറസ്റ്റ് വാറൻറ്റിൻ്റെയും കാലാവധിയുടെയും രൂപത്തെക്കുറിച്ചാണ്. സെക്ഷൻ 72 അറസ്റ്റ് വാറൻറ്റിൻ്റെയും കാലാവധിയുടെയും രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. അതായത് അത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 വയസ്സാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 വയസ്സാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ ഒരാളുടെ കാലാവധി തീർന്നെന്ന് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. 70 വയസ്സ് കഴിഞ്ഞാൽ ആളുടെ കാലാവധി തീർന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ 72 വയസ്സ് കഴിഞ്ഞാൽ, അതായത് 72 വയസ്സായി കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞ ആളുടെ 70 വയസ്സിലേക്ക് കാലാവധി തീർന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ 72 വയസ്സ് കഴിഞ്ഞാൽ കാലാവധി തീർന്നു. അതായത് അറസ്റ്റ് വാറൻറ്റിൻ്റെയും കാലാവധിയുടെയും രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. സെക്ഷൻ 72 എന്താ പറയുന്നത്? സെക്ഷൻ 72 പറയുന്നത് അറസ്റ്റ് വാറൻറ്റിൻ്റെയും കാലാവധിയുടെയും രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെ? നമ്മൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 70 വയസ്സാന്ന് പറഞ്ഞു. അപ്പോൾ 72 വയസ്സായപ്പോഴേക്കും ആളുടെ കാലാവധി തീർന്നു. അപ്പോൾ എന്താ? അറസ്റ്റ് വാറൻറ്റിൻ്റെയും കാലാവധിയുടെയും രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. ഇതിൽ പറയുന്നത് ഈ സംഹിതയുടെ കീഴിൽ ഒരു കോടതി പുറപ്പെടുവിക്കുന്ന എല്ലാ വാറൻറ്റും രേഖാമൂലമുള്ളതായിരിക്കണം. കൂടാതെ അത് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും കോടതിയുടെ മുദ്ര ഉണ്ടായിരിക്കുകയും ചെയ്യണം. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, എല്ലാ സമൻസിലും അല്ലെങ്കിൽ എല്ലാ വാറൻറ്റിലും കോടതിയുടെ മുദ്ര ഉണ്ടായിരിക്കും. പിന്നെന്താ? അത്തരത്തിലുള്ള ഓരോ വാറൻറ്റും അത് പുറപ്പെടുവിച്ച കോടതി അത് റദ്ദാക്കുന്നത് വരെ ആ പോയിൻ്റ് ഒന്ന് ആലോചിക്കുക. അത്തരത്തിലുള്ള ഓരോ വാറൻറ്റും അത് പുറപ്പെടുവിച്ച കോടതി അത് റദ്ദാക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് വരെയോ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ വാറൻറ്റ് റദ്ദാക്കണം അല്ലെങ്കിൽ അത് നടപ്പിലാക്കണം. അതുവരെയുണ്ട് അതിൻ്റെ കാലാവധി. അപ്പോൾ വാറൻറ്റിൻ്റെ കാലാവധി, അതായത് അറസ്റ്റ് വാറൻറ്റിൻ്റെ കാലാവധിയുടെ രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്.
അറസ്റ്റ് വാറൻറ്റിൻ്റെ കാലാവധിയുടെ രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. അപ്പോൾ കാലാവധി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നില്ലെങ്കിൽ അത് പുറപ്പെടുവിച്ച് കോടതി അത് റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വേണം, ആ വാറൻറ്റ് നടപ്പിലാക്കണം, എന്നാലേ അതിൻ്റെ കാലാവധി തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ സെക്ഷൻ 72 അറസ്റ്റ് വാറൻറ്റിൻ്റെ കാലാവധിയുടെ രൂപത്തെക്കുറിച്ചാണ് സെക്ഷൻ 72 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 73. സെക്ഷൻ 73 പറയുന്നത് എന്താ, സെക്ഷൻ 73 നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 73 പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഒരു വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, പക്ഷേ ആ വ്യക്തിയുടെ സുരക്ഷ കണക്കിലെടുത്ത് വേണമെങ്കിൽ ആ വ്യക്തിനെ ഒരു ബോണ്ടിന്മേൽ വിട്ടയക്കാം. അതായത് എന്ത് ബോണ്ടിന്മേൽ, അയാൾ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഹാജരാകണമെന്നുള്ള ഒരു ബോണ്ടിന്മേൽ ആ വ്യക്തിനെ വിട്ടയക്കാം, അയാളുടെ സുരക്ഷ കണക്കിലെടുത്ത്. അതാണ് സെക്ഷൻ 73 പറയുന്നത്. സെക്ഷൻ 73 പറയുന്നത് എന്താ, നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചാണ്. നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 73 പറയുന്നത്. അതായത് ഇയാളെ വേണമെങ്കിൽ വിട്ടയക്കാമെന്ന് പറഞ്ഞു, ഒരു ബോണ്ടിന്മേൽ വിട്ടയക്കാം, അയാളെ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഹാജരാക്കണമെന്നുള്ള ബോണ്ടിന്മേൽ വേണമെങ്കിൽ വിട്ടയക്കാമെന്ന് പറഞ്ഞു, അയാളുടെ സുരക്ഷേനെ കണക്കിലെടുത്ത്. അപ്പോൾ നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 73 പറയുന്നത്. അതായത് 7 എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ്, 7 എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ്, 3 എന്ന് പറയുമ്പോൾ എന്താ, 3 എന്ന് പറയുമ്പോൾ മൂലയിൽ കൂടെ വരാനുള്ള അധികാരം, എഴുന്നേറ്റ് മൂലയിൽ കൂടെ വരാനുള്ള അധികാരം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. വാറൻ്റൊക്കെ പുറപ്പെടുവിച്ച വ്യക്തിയാണെന്ന് വെച്ചാൽ അയാൾ നിസ്സാര കുറ്റമൊന്നുമല്ല ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അയാൾ എല്ലാവരുടെയും മുന്നിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തല്ലിക്കൊല്ലുമെന്ന് ആലോചിക്കുക. അപ്പോൾ എഴുന്നേറ്റ് ആൾക്ക് മൂലയിൽ കൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ, എഴുന്നേറ്റ് മൂലയിൽ കൂടെ മാത്രം വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും തല്ലിക്കൊല്ലുമെന്ന് ആലോചിക്കുക. അപ്പോൾ എഴുന്നേറ്റ് മൂലയിൽ കൂടെ വരാനുള്ള അധികാരം, അതായത് നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരം. അയാളുടെ സുരക്ഷ വേണമെങ്കിൽ അയാൾ എഴുന്നേറ്റ് മൂലയിൽ കൂടെ വരണം, അല്ലേ? അയാൾ നേരെ എല്ലാവരുടെയും ഫ്രണ്ടിൽ കൂടെ വരാൻ വെച്ചാൽ അയാൾക്ക് സുരക്ഷ കിട്ടില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ എഴുന്നേറ്റ് മൂലയിൽ കൂടെ വരാനുള്ള അധികാരം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 73 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 74. സെക്ഷൻ 74 പറയുന്നത് വാറൻറ്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്. വാറൻറ്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 74. ഇനിയുള്ള കുറച്ച് സെക്ഷനിൽ നമ്മൾ ഈ 7 എന്ന് പറയുമ്പോൾ വാറൻ്റായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ 6 എന്ന് പറഞ്ഞപ്പോൾ എന്തായിട്ട് കണക്ട് ചെയ്തു, 6 എന്ന് പറയുമ്പോൾ സമൻസ് ആയിട്ട് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ സമൻസ് കഴിഞ്ഞ അടുത്ത ഘട്ടമാണ് വാറൻറ്റ് അല്ലേ. ഒരാളെ സമൻസ് ചെയ്തിട്ട് അയാൾ ഹാജരായില്ലെങ്കിൽ പിന്നെ അയാൾക്ക് പുറപ്പെടുവിക്കുന്ന സംഭവമാണ് വാറൻറ്റ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് സെക്ഷനിൽ നമ്മൾ 7 എന്ന് പറയുമ്പോൾ വാറൻ്റായിട്ട് കണക്ട് ചെയ്യുക. അതായത് 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്, അതായത് വാറൻറ്റ് ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്, വാറൻറ്റ് ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 74. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്താ, 4 എന്ന് പറയുമ്പോൾ പോലീസ് 4 ലീണ്ട്, പോലീസിൽ ലീണ്ട്, അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. 4 എന്ന് പറയുമ്പോൾ പോലീസ് എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. 4 എന്ന് പറയുമ്പോൾ പോലീസ്, അതായത് വാറൻറ്റ് ആർക്ക് അധികാരപ്പെടുത്തി കൊടുക്കുക, അത് മിക്കതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അല്ലേ. വാറൻറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അധികാരപ്പെടുത്തി കൊടുക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ സെക്ഷൻ 74 വാറൻറ്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 74 പറയുന്നത്. സാധാരണഗതിയിൽ ഒരു വാറൻറ്റ് നടപ്പിലാക്കുന്നതിനായിട്ട് ഒന്നോ അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അധികാരപ്പെടുത്തി കൊടുക്കാറ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊന്നും കിട്ടാത്ത സന്ദർഭം വെച്ചാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ കോടതിക്ക് മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെയോ ആളുകളെയോ ഈ വാറൻറ്റ് നടപ്പിലാക്കാൻ അധികാരപ്പെടുത്താം. പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടാത്ത സന്ദർഭം വെച്ചാൽ കോടതിക്ക് വാറൻറ്റ് നടപ്പിലാക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്താമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 74 എന്താ പറയുന്നത്, സെക്ഷൻ 74 7 എന്ന് പറയുമ്പോൾ എന്താ, വാറൻ്റായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്, 4 എന്ന് പറയുമ്പോൾ പോലീസ്. അതായത് വാറൻറ്റ് ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്, കൂടുതൽ കേസിലും വാറൻറ്റ് പോലീസുകാർക്കാണ്. അതായത് ഒന്നിലധികമോ പോലീസുകാരെയാണ് ഒരു വാറൻറ്റ് നടപ്പിലാക്കാനായിട്ട് നിയോഗിക്കാറുള്ളത്. പക്ഷേ പോലീസുകാരെയൊന്നും കിട്ടാത്ത സന്ദർഭം വെച്ചാൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കോടതിക്ക് അധികാരപ്പെടുത്തി കൊടുക്കാം വാറൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതേക്കുറിച്ചാണ് സെക്ഷൻ 74 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 75. സെക്ഷൻ 75 പറയുന്നത് വാറൻറ്റ് ഏതൊരു വ്യക്തിക്കും നൽകാം. വാറൻറ്റ് ഏതൊരു വ്യക്തിക്ക് നൽകാമെന്നാണ് സെക്ഷൻ 75 പറയുന്നത്. അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ തൻ്റെ പ്രാദേശിക അധികാരപരിധിയിലുള്ള ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെട്ട ഏതെങ്കിലും കുറ്റവാളിയെയോ പ്രഖ്യാപിത കുറ്റവാളിയെയോ ജാമ്യമില്ലാ കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിൽ നിന്നും ഒഴിവാകുന്നതിന് ഒളിച്ചോടുന്ന ഏതെങ്കിലും കുറ്റവാളിയെയോ അറസ്റ്റ് ചെയ്യുന്നതിനായി വാറൻറ്റ് പുറപ്പെടുവിക്കാവുന്നതാണ്.
അതായത് സെക്ഷൻ 75 എന്ന് പറയുമ്പോൾ വാറൻറ്റ് ഏതൊരു വ്യക്തിക്ക് നൽകാമെന്നാണ് പറയുന്നത്. നമ്മൾ BNS പഠിച്ചപ്പോൾ അതിൽ അഞ്ജു എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ജു എന്ന് പറഞ്ഞൊരു ഡോക്ടർ. അപ്പോൾ ഈ വാറൻറ്റ് വേണമെങ്കിൽ 7 എന്ന് പറയുമ്പോൾ നമ്മൾ വാറൻ്റായിട്ട് പഠിച്ചു. 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്, അതായത് ഈ വാറൻറ്റ് വേണമെങ്കിൽ അഞ്ജുവിന് വേണമെങ്കിലും ഈ വാറൻറ്റ് നൽകാം. വാറൻറ്റ് അഞ്ജുവിന് വേണമെങ്കിലും നൽകാമെന്ന് ആലോചിച്ചാൽ മതി. അഞ്ജു എന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയൊന്നല്ലല്ല. അപ്പോൾ എന്താ, അത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് അഞ്ജു എന്ന് പറയുന്നത്. അതായത് വാറൻറ്റ് ഏതൊരു വ്യക്തിക്ക് നൽകാമെന്ന് പറയുന്നതാണ് സെക്ഷൻ 75. അതായത് വാറൻറ്റ് അഞ്ജുവിന് വേണമെങ്കിൽ നൽകാം. അഞ്ജു എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയായിട്ട് ആലോചിക്കുക. അപ്പോൾ വാറൻറ്റ് ഏതൊരു വ്യക്തിക്ക് നൽകാമെന്ന് പറയുന്നതാണ് സെക്ഷൻ 75. സെക്ഷൻ 75 7 എന്ന് പറയുമ്പോൾ എന്താ, 7 എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയുള്ള കുറച്ച് സെക്ഷനിൽ 7നെ വാറൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ് അഞ്ജുവിന് വേണമെങ്കിലും നൽകാമെന്നാണ് പറയുന്നത്. അതായത് വാറൻറ്റ് ഏതൊരു വ്യക്തിക്ക് നൽകാമെന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആ സെക്ഷനാണ് സെക്ഷൻ 65 സെക്ഷൻ 75. സെക്ഷൻ 75 അതായത് 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്, 5 എന്ന് പറയുമ്പോൾ അഞ്ജുവിന് വേണമെങ്കിലും നൽകാം. അതായത് ഏതൊരു വ്യക്തിക്കും നൽകാം. 75 ഏതൊരു വ്യക്തിക്കും വാറൻറ്റ് നൽകാമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 75. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 76. സെക്ഷൻ 76 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 76 പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 76 പറയുന്നത്. അതായത് 7 എന്ന് പറയുമ്പോൾ എന്താ, 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു. 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ നമ്മൾ BNSൻ്റെ ക്ലാസ്സുകൾ കണ്ടറിയാം. നമ്മൾ 6 എന്ന് പറയുമ്പോൾ കാലൻ്റെ നമ്പറായിട്ടാണ് പഠിച്ചിരുന്നത്. 6 എന്ന് പറയുമ്പോൾ കാലൻ്റെ നമ്പറായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എന്താ, ഈ 6 എന്ന് പറയുമ്പോൾ നമ്മൾ കാലൻ എന്ന് പറയുമ്പോൾ ഈ പഠിക്കണതിൽ കാലന്മാർ പോലീസുകാരാണ് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അതായത് ശരിക്കും അങ്ങനെയല്ല. പോലീസുകാരെന്ന് പറയുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നവർക്ക് അവർ കാലന്മാരായിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ എന്താ, വാറൻറ്റ് 7 എന്ന് പറയുമ്പോൾ എന്ത് പഠിച്ചു, 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ് എന്ന് പഠിച്ചു. 6 എന്ന് പറയുമ്പോൾ കാലൻ എന്ന് പഠിക്കുക. 6 എന്ന് പറയുമ്പോൾ കാലൻ, അതായത് ഇവിടെ കാലൻ ആരാ, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാലൻ എന്ന് ആലോചിക്കുക. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറൻറ്റിനെ കുറിച്ചാണ്. പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 76. ഈ 7 എന്താണെന്നും 6 എന്താണെന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടും. കാരണം 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ്, 6 എന്ന് പറയുമ്പോൾ പോലീസിൽ നിന്ന് കിട്ടണം. അപ്പോൾ എന്താ, പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 76 പറയുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു വാറൻറ്റ് അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ആ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വാറൻറ്റ് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ വാറൻറ്റ് നടപ്പിലാക്കാൻ നിയോഗിച്ചു. വെറുതെ നിയോഗിച്ചാൽ പോരാ, ആ വാറൻറ്റ് നടപ്പിലാക്കാൻ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കണം. ആ വാറൻറ്റിൽ ആ ഉദ്യോഗസ്ഥൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എൻഡോഴ്സ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും, അതായത് രണ്ടാമത് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തില്ലേ, ആ പോലീസ് ഉദ്യോഗസ്ഥനും ആ വാറൻറ്റ് നടപ്പാക്കാൻ അധികാരമുണ്ടെന്നാണ് സെക്ഷൻ 76 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 77. സെക്ഷൻ 77 പറയുന്നത് വാറൻറ്റിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച അറിയിപ്പാണ്. വാറൻറ്റിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച അറിയിപ്പിനെ കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അതായത് 7 എന്ന് പറയുമ്പോൾ എന്താ, 7 എന്ന് പറയുമ്പോൾ വാറൻ്റായിട്ട് പഠിച്ചു. നമ്മൾ ഈ 7നെ വാറൻ്റായിട്ട് പഠിച്ചു. അതായത് അടുത്ത 7നെ എന്താ, അടുത്ത 7നെ നമ്മൾ എഴുതി വയ്ക്കാമെന്ന് ആലോചിക്കുക. അതായത് ഈ വാറൻറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്, ഈ 7നെ വാറൻറ്റ് എന്ന് പഠിച്ചു. ഈ വാറൻറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അതായത് ഉള്ളിൽ എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് എന്താ, ഉള്ളടക്കമാണ്. ഉള്ളിൽ എഴുതിയിട്ടുള്ളതാണ് ഉള്ളടക്കം. ഈ വാറൻറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളതിനെക്കുറിച്ചാണ് 7 എന്ന് പറയുമ്പോൾ എഴുതിയിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഈ 7നെ വാറൻ്റായിട്ടും ഈ 7നെ എഴുതിയിട്ടുള്ളതായിട്ടും കണക്കാക്കാം. അപ്പോൾ വാറൻറ്റിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ്, വാറൻറ്റിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചതിനെക്കുറിച്ച്, അതായത് വാറൻറ്റിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് ഈ 7. രണ്ടാമത്തെ 7 എഴുതി വെച്ചിരിക്കുന്നത്. വാറൻറ്റിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. അതായത് വാറൻറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അറസ്റ്റ് വാറൻറ്റ് നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു വ്യക്തിയോ അതിൻ്റെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ അറിയിക്കുകയും ആവശ്യമെങ്കിൽ വാറൻറ്റ് കാണിക്കുകയും വേണമെന്നാണ് ഈ സെക്ഷൻ 77 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 78. സെക്ഷൻ 78 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ്.
സെക്ഷൻ 78 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് നമ്മൾ സെക്ഷൻ 58 എന്താ പഠിച്ചത്? സെക്ഷൻ 58 പഠിച്ചത് ഒരാളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കാൻ പാടില്ല എന്ന് പഠിച്ചു. ഒരാളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കാൻ പാടില്ല എന്ന് 58 പഠിച്ചു. അപ്പോൾ എന്താ 58 പോലെ തന്നെ 78, 58 പോലെ തന്നെ 78. 78 എന്താ പറയണേ? അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കണം. കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് സെക്ഷൻ 78 പറയുന്നത്. അപ്പോൾ 58 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്നും, പിന്നെ 78 എന്താ പറയണേ? കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കണമെന്നും പറയുന്നു. അപ്പോൾ ആ രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാൻ കിട്ടും. അപ്പോൾ സെക്ഷൻ 78 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 79. സെക്ഷൻ 79 എന്ന് പറയുമ്പോൾ വാറൻറ്റ് എവിടെ നടപ്പിലാക്കണം, വാറൻറ്റ് എവിടെ നടപ്പിലാക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 79. അതായത് ഇന്ത്യയിൽ എവിടെ വെച്ചും ഒരു വാറൻറ്റ് നടപ്പിലാക്കാം. ഇന്ത്യയിൽ എവിടെ വെച്ചും വേണമെങ്കിലും ഒരു വാറൻറ്റ് നടപ്പിലാക്കാം. വാറൻറ്റ് എവിടെ നടപ്പിലാക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 79. അതായത് 7 എന്ന് പറയുമ്പോൾ നമ്മൾ വാറൻറ്റ് എന്ന് പഠിച്ചു. 7 എന്ന് പറയുമ്പോൾ വാറൻറ്റ് എന്ന് പഠിച്ചു. ഈ 9 നമ്മളൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇ ആയില്ലേ? ഇംഗ്ലീഷ് അക്ഷരം ഇ, ഇങ്ങനെയല്ല ഇ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ മംഗ്ലീഷിൽ എവിടെയെന്ന് എങ്ങനെ എഴുതാം? മംഗ്ലീഷിൽ എവിടെയെന്ന് ഇതുപോലെ ഫസ്റ്റ് ഇ അല്ല വരാം. എവിടെയെന്ന് ഇങ്ങനെ ആലോചിക്കുക. മംഗ്ലീഷിൽ എവിടെയെന്ന് ഇങ്ങനെ എഴുതാമെന്ന് ആലോചിക്കുക. അതായത് വാറൻറ്റ് എവിടെ നടപ്പിലാക്കണം. ഈ 9 ഇപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇ ആയി. 9 ഇപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ടാൽ അത് ഇ ആയി. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ എന്താ? ഇ എന്ന് പറയുമ്പോൾ മംഗ്ലീഷിൽ നമ്മൾ എവിടെയെന്ന് എഴുതുന്നത് ഇങ്ങനെയാണെന്ന് ആലോചിക്കുക. അപ്പോൾ വാറൻറ്റ് എവിടെ നടപ്പിലാക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 79. അതായത് ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും ഒരു വാറൻറ്റ് നടപ്പിലാക്കാം. ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും ഒരു വാറൻറ്റ് നടപ്പിലാക്കാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 80. ഈ സെക്ഷൻ 80, 81, 82 ഈ 3 സെക്ഷൻസും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 3 സെക്ഷൻസും കണക്ട് ചെയ്ത് പഠിക്കാം. എങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ആകെ കൂടെ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. സെക്ഷൻ 80 മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ 81, 82 ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ സെക്ഷൻ 80 എന്താ പറയുന്നത്? സെക്ഷൻ 80 അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറൽ. അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറലിനെ കുറിച്ചാണ് സെക്ഷൻ 80 പറയുന്നത്. അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറലിനെ കുറിച്ചാണ് സെക്ഷൻ 80 പറയുന്നത്. ഞാനിവിടെ സെക്ഷൻ 80 ഉള്ളടക്കത്തിൽ എന്താ പറയണതെന്നൊന്ന് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക. നമുക്ക് കൂടുതലും എക്സാമിന് ഇമ്പോർട്ടൻസ് ഈ സെക്ഷൻ്റെ ഹെഡിങ്ങുകളും ശിക്ഷകളുമാണ് കൂടുതൽ ചോദിച്ച് കണ്ടേക്കണത്. പിന്നെ നമ്മുടെ നിർഭാഗ്യവശാലെങ്ങാനും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വരുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ സെക്ഷൻ 80 ഉള്ളിൽ എന്താ കാണിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. അപ്പോൾ സെക്ഷൻ 80 എന്താ പറഞ്ഞത്? അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറലിനെ കുറിച്ചാണ്. അധികാര പരിധിക്ക് പുറത്തൊരു വാറൻറ്റ് നടപ്പിലാക്കാൻ പോവുക, ആ വാറൻറ്റ് കൈമാറുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 80 പറയുന്നത്. അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 80 പറയുന്നത്. അപ്പോൾ അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറി കഴിഞ്ഞു. ഓക്കെ, കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും? ആ വാറൻറ്റ് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും? അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആ വാറൻറ്റ് കൈമാറി കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയും, നീ ഈ വാറൻറ്റ് നടപ്പിലാക്കണമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയും. അതായത് അധികാര പരിധിക്ക് പുറത്തു വാറൻറ്റ് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്നത്. ഈ 80, 81, 82 കണക്ട് ചെയ്ത് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 80 എന്താ പറഞ്ഞത്? സെക്ഷൻ 80 അധികാര പരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്ന വാറൻറ്റ് കൈമാറുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 80 പറഞ്ഞത്. സെക്ഷൻ 81 എന്താ പറഞ്ഞത്? സെക്ഷൻ 81 ഈ വാറൻറ്റ് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകൽ. അതായത് അധികാര പരിധിക്ക് പുറത്ത് വാറൻറ്റ് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 81 പറയുന്നത്. അധികാര പരിധിക്ക് പുറത്ത് വാറൻറ്റ് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുക. ആദ്യം വാറൻറ്റ് കൈമാറി, സെക്ഷൻ 80 വാറൻറ്റ് കൈമാറി. സെക്ഷൻ 81 എന്താ ചെയ്തത്? പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. വാറൻറ്റ് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 82. സെക്ഷൻ 82 പറയുന്നത് വാറൻറ്റ് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. അപ്പോൾ ആദ്യം സെക്ഷൻ 80 പ്രകാരം എന്ത് ചെയ്തു? സെക്ഷൻ 80 പ്രകാരം
അധികാരപരിധിക്ക് പുറത്തുള്ള വാറണ്ട് കൈമാറി. സെക്ഷൻ 80 പ്രകാരം അധികാരപരിധിക്ക് പുറത്തുള്ള വാറണ്ട് കൈമാറലാണ് സെക്ഷൻ 80 പറയുന്നത്. 81 എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. അധികാരപരിധിക്ക് പുറത്തുള്ള വാറണ്ട് നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 81 പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 82. സെക്ഷൻ 82 എന്തായിരുന്നു? വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. അപ്പോൾ മൂന്നും അടുത്തടുത്ത പ്രോസസ്സുകളാണ്. ആദ്യം വാറണ്ട് കൈമാറി, പിന്നെന്താ പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി, പിന്നെന്താ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 82 പറയുന്നത്. എന്താ അതിൻ്റെ നടപടിക്രമം? അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കോടതി 30 കിലോമീറ്റർ പരിധിക്കുള്ളിലാണെങ്കിൽ ആ കോടതിയിലും 30 കിലോമീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ ആ കോടതിയിലേക്ക് 30 കിലോമീറ്ററിലും കൂടുതലുണ്ടെങ്കിൽ അടുത്തുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലത്തിൻ്റെ അധികാരപരിധിയിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ മുന്നിൽ ഹാജരാക്കണം. ഇവരിൽ ആരാണ് അടുത്ത് അവരുടെ മുമ്പിൽ ഹാജരാക്കണം. അതായത് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കോടതിയിൽ ആ കോടതി 30 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെച്ചാൽ ആ കോടതിയിൽ നേരിട്ട് കൊണ്ട് ഹാജരാക്കാം. അല്ല 30 കിലോമീറ്ററിനും പുറത്താണെച്ചാൽ എന്ത് ചെയ്യണം? ആ അറസ്റ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ അധികാരപരിധിയിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ മുന്നിൽ ഇവരിൽ ആരാണോ കൂടുതലെടുത്ത് അവരുടെ മുന്നിൽ ഹാജരാക്കണമെന്നാണ് സെക്ഷൻ 82 സെക്ഷൻ 82 പറയുന്നത്. അതായത് വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 82 പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ ക്ലാസ് നമുക്ക് ഇട്ടു പോവാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.